റിപ്പയർ എബിലിറ്റി. അപ്പം ഇത് പുതിയൊരു കാര്യമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഞാൻ വായിച്ചറിഞ്ഞതാണ്. അതായത് നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു, ടാബ് ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ ഏത് ഫോൺ വാങ്ങിച്ചാലും, ഏത് കമ്പനിയുടെ ഫോൺ വാങ്ങിച്ചാലും ഇതിനെക്കുറിച്ച് നമ്മൾക്ക് ആഗ്രഹിക്കുന്ന കുറേ ഫീച്ചേഴ്സ് അതിനുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, അല്ലേ? നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്കതിനെ യൂസ് ചെയ്യാം. അപ്പം നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഫോണുകളുണ്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫോണുകൾ നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഫോണുകൾ എല്ലാവർക്കും ഇപ്പം വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. അത് പല രീതിയിലും ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. അത് ജോലിയുടെ കാര്യത്തിലായാലും ചില ബുദ്ധിപരമായ കാര്യങ്ങൾക്കാണേലും എല്ലാത്തിനും ഇപ്പം ഫോണാണ്. പിന്നെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആളുകളെ വഴിതെറ്റിക്കാനും ഈ ഫോണുകൾ വളരെയധികം സഹായിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ പുതിയ ഒരു നിർദ്ദേശപ്രകാരം നമ്മൾ വാങ്ങിക്കുന്ന ഫോൺ, ആ ഫോണിന് ഒരുപാട് പാർട്സുകളുണ്ട്. അപ്പോൾ ഇതിലെ ഓരോ പാർട്സും അതിൻ്റെ പ്രത്യേകതകൾ, അത് ഏതൊക്കെ രീതിയിൽ മോശമായി കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ മാറ്റി സ്ഥാപിക്കാം, അതിനൊക്കെയുള്ള പ്രത്യേകതകൾ, അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ്, അതായത് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിന് എത്ര നാൾ അതിന് ആ ഒരു രീതിയിൽ നിൽക്കും എന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസും ഇനി മുതൽ ഏത് കമ്പനിയാണോ ഫോൺ ഇറക്കുന്നത് അവർ നൽകിയിരിക്കണം. അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളിപ്പോൾ ഞാൻ ആ ഫോൺ വാങ്ങിക്കാൻ ചെന്നപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു എൻ്റെ ഒരു ഇതിൽ. അപ്പോൾ അതിനനുസരിച്ച് മറുപടി കിട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊക്കെ പെട്ടെന്ന് ചീത്തയാവോ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ, ഇങ്ങനെ ഫോണിന് സാധാരണ ഒരു 7-8 വർഷമൊക്കെ ആയുസ്, പിന്നെ നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും. അത് നമുക്ക് പറയാമല്ലോ, നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും. പിന്നെ 1 വർഷത്തെ വാറണ്ടി ഉണ്ട് എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അധ്വാനിച്ച് മേടിക്കുന്ന ആണ് ഫോൺ, അല്ലേ? ഏത് ജോലിയായാലും അധ്വാനം അതിനാവശ്യമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന കമ്പനിക്കാരുടെ ഒരു ചിന്താഗതി എന്തായിരിക്കാം? തീർച്ചയായിട്ടും അവരെല്ലാവരും, എല്ലാ കമ്പനിക്കാർക്കും ലാഭമാണ് വേണ്ടതല്ലേ? അപ്പോൾ മാക്സിമം ഫോണ് ഉപയോഗിക്കാൻ ആൾക്കാർക്ക് പറ്റണം. അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ, മാക്സിമം ഉപയോഗിക്കാൻ ആളുകൾക്ക് പറ്റിയില്ലെങ്കിൽ, ഏത് കമ്പനിയുടെ ഫോണാണോ ആ കമ്പനിയുടെ ഫോണിന് ഡിമാൻഡ് കുറയും. അപ്പോൾ അവർ മാക്സിമം ഫോണിനെ നിലനിർത്താനായിട്ട് ശ്രമിക്കും. പക്ഷേ അത് ഫോണിനെ മൊത്തത്തിലുള്ള കാര്യമാണ്, ഫോൺ ചീത്തയാവാതെ ഇരിക്കും. പക്ഷേ അതിൻ്റെ പാർട്സുകൾക്കൊക്കെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ അത് മാറ്റി വയ്ക്കാമെന്നുണ്ടെങ്കിൽ അതൊരു ബെനിഫിറ്റ് കൂടിയാണ് കമ്പനിക്ക്, അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലൈൻറ്റ് വരുന്നു, ആ കംപ്ലൈൻറ്റ് മാറ്റി 2000 രൂപയുടെ ഒരു സംഭവമുണ്ട്, അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമ്മൾ അവർക്ക് പുതിയ ഫോൺ വേണമെങ്കിൽ ഇത്ര രൂപയാവും, നമ്മുടെ ഈ ഫോണിന് ഇത്ര രൂപയാണ് വില, അപ്പോൾ 2000 രൂപ കൊടുത്താൽ വീണ്ടും അത് ഉപയോഗിക്കാമല്ലോ, വെറുതെ എന്തിനാ പൈസ കളയുന്നു, അങ്ങനെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അവർ പറയുന്ന പൈസയ്ക്ക് നമ്മളത് വാങ്ങിച്ചു വെക്കും. അപ്പോഴെപ്പോഴും ഈ പാർട്സുകൾക്ക് നല്ല അത്യാവശ്യം വിലയും കാണുമായിരിക്കും. അത് ഓരോ പാർട്സിനും ഓരോ വിലയാണ്. അപ്പം ഈ പുതിയ ഇതിൽ വരുമ്പോഴെന്താണ്, എങ്ങനെയൊക്കെ നമുക്ക് ഫോണിൻ്റെ ഓരോ പാർട്സുകളും മാറ്റി വയ്ക്കാം, അത് എത്ര നാൾ അതിന് ആയുസ്സുണ്ട്, ഇങ്ങനെ ഫുൾ ഡീറ്റെയിൽസും ഇനിയും തൊട്ട് അതാത് കമ്പനികൾ നൽകണമെന്നുള്ളതാണ് പറയുന്നത്. അതൊരു നല്ല കാര്യമല്ലേ? എല്ലാവരും ഓർത്തിരുന്നോളൂ, ഇനി ഇങ്ങനൊരു കാര്യം കൂടെ ഉണ്ടെന്ന്. ഓക്കെ.